ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു സൈറ്റാണ്. അത് ഇഗ്രാൻസ് എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. ആ സൈറ്റിൽ കൂടെ എങ്ങനെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യും എന്നൊക്കെയുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ ഇഗ്രാൻസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നമുക്ക് കാണുന്ന ആദ്യത്തെ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഗ്രാൻസ് 3.0 എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. നമുക്കത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ലോഗിൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫർമേഷനൊക്കെ ആ സൈറ്റിൽ തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2024 വർഷത്തെ FE പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംബന്ധമായി ചുവടെ പറയുന്ന നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് FEക്കാർക്കുള്ള സ്കോളർഷിപ്പാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ ഇടത്തെ വശത്തായിട്ട് കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കും. ഇതെല്ലാമാണ് നമുക്ക് ഓരോ കാറ്റഗറി തിരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ആദ്യമേ കാണുന്നത് ഇഗ്രാൻസ് FE ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് FEക്കാർക്കുള്ള സ്കോളർഷിപ്പ് എല്ലാം അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഡീറ്റെയിൽസ് വെച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് OBCക്കുള്ളതും എല്ലാം ഈ സൈറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പം STക്കുള്ളതാണ്. ഈ രണ്ടാമത് കാണുന്നത് OBCക്കാർക്കുള്ള സ്കോളർഷിപ്പുകളുടെ ഡീറ്റെയിൽസാണ്. അതിനകത്താണ് നമ്മുടെ കെടാവിളക്കൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷൻ വഴിയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ FEക്കാർക്കുള്ള സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് കിടക്കാം. ഇഗ്രാൻസ് FE ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ, പ്രൊമോട്ട് സ്റ്റുഡൻറ്റ്, ഡിസ്ട്രിക്ട് വാലിഡേഷൻ, എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, ഫോർവേഡ് ആപ്ലിക്കേഷൻ, രജിസ്റ്റേർഡ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികളുണ്ട് എങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ ചെയ്യാം. അതിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പാലിക്കേണ്ട കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് TC വാങ്ങിപ്പോയ വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാനോ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെയും ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയിപ്പം സെലക്ട് കാറ്റഗറി അവർ ചോദിച്ചിട്ടുണ്ട്. സെലക്ട് കാറ്റഗറിക്കകത്ത് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് FEയുടെ ആണ്. അപ്പോൾ നമ്മൾ FE എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ക്ലാസ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ 1, 2, 3 ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു LP സ്കൂളിൻ്റെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 1, 2, 3 വന്നിരിക്കുന്നത്. നിലവിൽ 4 കുട്ടികളൊന്നും ഈ ഇഗ്രാൻസിൽ വന്നിട്ടില്ല. അവർ 5ലോട്ട് ജയിച്ച് പോയതുകൊണ്ടാണ് ഇവിടെ 3 വരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1, 2, 3 കുട്ടികളെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലാസ് 3 എടുക്കുകയാണ്. ക്ലാസ് 3 എടുത്തു. ഇപ്പോൾ ആ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം FE സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ പേര്, അഡ്മിഷൻ നമ്പർ, അക്കൗണ്ട് നമ്പർ, IFSC, ഇൻകം, പിന്നെ
ആ കുട്ടികൾ ഫെയിൽഡ് സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളതും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടി തോറ്റിട്ടുണ്ട് എങ്കിൽ ഇവിടെ മാർക്ക് സ്റ്റുഡൻ്റ് ആഫ് ഫെയിൽഡ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇവിടെ ആരും തോറ്റിട്ടില്ലാത്തതുകൊണ്ട് ഈ കുട്ടികളെല്ലാം ഞാൻ പ്രൊമോട്ട് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ 3 പിള്ളേരെല്ലാവരും 4 പ്രൊമോട്ട് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ FE എടുക്കുന്നു. നമ്മൾ ആ 3ാം ക്ലാസ് വീണ്ടും എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 3ാം ക്ലാസ്സിൽ ആരും തന്നെ ഇല്ല. നമ്മൾ അവരെ 4 പ്രൊമോട്ട് ചെയ്തു. ഇതുപോലെ ബാക്കിയുള്ള ക്ലാസ്സുകളും ചെയ്യുക. പ്രത്യേകം ഓർക്കണം, TC മേടിച്ചു പോയ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ മെയിൻ സെക്ഷനിലോട്ട് തന്നെ വരാം. ഈ ഗ്രാൻഡ് FE ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ FE ക്ലാസ് ഏതാണോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ കുട്ടികളുടെ പേരുകളിൽ ഇവിടെ വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ മെയിൻ മെനുവിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പുതിയ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ കുട്ടിയുടെ പേര്, ആധാർ നമ്പർ എന്നിവയെല്ലാം കൊടുത്ത് വാലിഡേറ്റ് ആധാർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി വാലിഡേറ്റ് ആണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തിട്ട് അവർ പറയുന്നതാണ്. ആണ് എങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ ഡിസ്ട്രിക്ട് വാലിഡേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിസ്ട്രിക്ട് വാലിഡേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്കൂളിലെ ക്ലാസ് ബേസിൽ കുട്ടികളെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. 2ാം ക്ലാസ് ഞാൻ എടുക്കുകയാണ് എങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അപ്രൂവ്ഡ് അല്ല എങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് ഒന്നും കിട്ടുകയില്ല. അപ്പോൾ അപ്രൂവ്ഡ് ആക്കുക തന്നെ വേണം. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ആഡ് ചെയ്ത സർട്ടിഫിക്കറ്റൊക്കെയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോയിലേക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ FE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ മെനുവിലേക്ക് തന്നെ വരുന്നു. ന്യൂ സ്റ്റുഡൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രിക്ട് വാലിഡേഷൻ ചെയ്യുന്ന കാര്യം മറക്കാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കുട്ടികളെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് സെലക്ട് സ്കീം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലംസം ഗ്രാൻഡ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫോർ FE സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റൈഫൻ ഫോർ FE സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള സ്കോളർഷിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലംസം ഗ്രാൻഡ് ആദ്യമേ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ക്ലാസ്സാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ 4ാം ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. 4ാം ക്ലാസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 3ാം ക്ലാസ്സിൽ 3 കുട്ടികളാണ് FE സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. അവരെല്ലാവരെയും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ ഒരു ബോക്സിൽ നമുക്ക് ടിക്ക് ചിഹ്നം ഇട്ടതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും, അത് ഓക്കെ കൊടുക്കുക.
ഓക്കെ, അത് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ലംഫിംഗ് ഗ്രാൻഡ് ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് 4 ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. ആ ക്ലാസ് 4 എടുക്കുമ്പോഴത്തേക്കും നോ ഡാറ്റ എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അതായത് അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ലംഫിംഗ് ഗ്രാൻഡ് അല്ലാതെ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എയ്ഡ് ഇതും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൊടുക്കുക. ഇപ്പം നിലവിലിപ്പം 4 ഇവിടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ക്ലാസ് 4 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ആ കുട്ടികളുടെ തന്നെ പേര് വരുന്നതായിരിക്കും. അത് വീണ്ടും അപ്ലൈ ചെയ്യുക. പോപ്പപ്പ് വരുന്ന ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം അടുത്ത സ്റ്റൈഫൻഡും കൊടുക്കുക ക്ലാസ് 4. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും കാണുകയില്ല. ഇപ്പോൾ എഫ്എയിൽ തന്നെയും ചില കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റൈഫൻഡ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടാൻ യോഗ്യതയുള്ള കുട്ടികളാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേക കാസ്റ്റിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റൈഫൻഡ് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതും നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ക്ലാസ്സുകളെല്ലാം ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ രീതിയിൽ സ്റ്റൈഫൻഡ് കിട്ടുന്നത് എഫ്എയിലെ വേഡൻ എന്ന് പറയുന്ന കാറ്റഗറിക്കൊക്കെയാണ്. അതുപോലെ 1-2 കാറ്റഗറിക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. ഇനിയിപ്പം നമുക്ക് എഫ് മെയിൻ ലിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഫോർവേഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഫോർവേഡ് ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നമുക്ക് ലംഫിംഗ് ഗ്രാൻഡ് ആണെങ്കിൽ ലംഫിംഗ് ഗ്രാൻഡ്, പ്രൈമറി ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ലംഫിംഗ് ഗ്രാൻഡ് എടുത്തിരിക്കുകയാണ്. ക്ലാസ് 4 എടുക്കുന്നു. ഏത് വർഷമാണെന്നുള്ളത് നമ്മളിപ്പം 2025-26 ആണല്ലോ. അപ്പോൾ ആ വർഷം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പെൻഡിങ് വെരിഫിക്കേഷൻ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഫോർവേഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം എഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് വെരിഫൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. 2-3 വർക്കിംഗ് ഡേയ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു വെരിഫിക്കേഷൻ പെൻഡിങ് എന്നുള്ളത് മാറി കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു എഫ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റേർഡ് സ്റ്റുഡൻസ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ എനിക്ക് പുതിയ ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരെണ്ണം കൂടിയും കാണിക്കണമെന്നുണ്ട്. പക്ഷേ നിലവിൽ പുതിയ സ്റ്റുഡൻസ് ഒന്നും എഫ് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.